സമാധാനം സംരക്ഷിക്കേണ്ടത് സദാശിവമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടുത്തെ നിങ്ങളുടെ നേതൃത്വം, കേന്ദ്രത്തിലെ നേതൃത്വം, രണ്ടുപേരും ശോഭാ സുരേന്ദ്രൻ്റെ ഗവർണറെക്കുറിച്ചുള്ള പരാമർശം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വ്യക്തിപരമായ നിലപാടാണ് എന്നതുകൊണ്ടാണോ താങ്കൾ ഇന്നും അത് ആവർത്തിച്ചത്? എൻ്റെ പരാമർശത്തെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ രാജേട്ടൻ പറയുക ശോഭാ സുരേന്ദ്രനോട് വിശദീകരണം ചോദിക്കും എന്നാണ്. എൻ്റെ പരാമർശത്തെ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇന്നും ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിനകത്തുണ്ടായിരുന്നു. ഞാനും കേന്ദ്ര കമ്മിറ്റി ഓഫീസിനകത്തുണ്ടായിരുന്നു. രാജീവ് പ്രതാപ് റൂഡിജി, ബഹുമാനപ്പെട്ട രാജീവ് പ്രതാപ് റൂഡിജി പറയുമായിരുന്നത് ശോഭാ സുരേന്ദ്രൻ ഏത് സാഹചര്യത്തിൽ ഇത് പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കും എന്നാണ്. അങ്ങനെ ചോദിക്കാത്ത സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ കുത്തി ചോദിച്ചിട്ടും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വേണു ഈ ചർച്ച നയിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്നെ സംബന്ധിച്ച് പാർട്ടിയുടെ നയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഈ ബിജുവിൻ്റെ വധക്കേസ് മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഡൽഹിയിൽ പങ്കെടുത്ത് സംസാരിച്ചതല്ല. ഞാൻ ഡൽഹിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘപരിവാർ നടത്തിയിട്ടുള്ള ഒരു ധർണ. ആ ധർണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ധർണയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്ത്രീകളെ വിധവകളാക്കുന്നു, മക്കളെ നഷ്ടപ്പെടുന്ന സ്ത്രീകളെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ കൺമുന്നിലിട്ടുകൊണ്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന അതിനു മുൻപ് ഇപ്പോൾ രണ്ട് പക്ഷത്താണ് ഈ വിഷയത്തിൽ BJP എന്ന് കരുതേണ്ടി വരും. രാജീവ് പ്രതാപ് റൂഡി കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പരിമിതിയുണ്ട്. ഭരണഘടനാപരമായ ചുമതലയാണ് ഗവർണർ നിർവഹിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരുടെ പ്രവൃത്തികളെ ആദരിക്കേണ്ടതുണ്ട് എന്ന് പരിമിതമായി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അത് താങ്കൾക്കുള്ള പിന്തുണയായി കരുതിക്കൂടാ. പിന്നെ രാജഗോപാൽ പറഞ്ഞത് വിശദീകരണം ചോദിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും താങ്കളുടേതാ ഇപ്പോഴുള്ള പ്രതികരണത്തിലെ തന്നെയുള്ള ഈ വൈകാരികതയുണ്ടല്ലോ, ആ വൈകാരികതയ്ക്ക് ഒരല്പം ശോഭ കൂട്ടാൻ വേണ്ടി ശോഭ ഇങ്ങനെ ഒരു ഗവർണർക്കെതിരായ പരാമർശം നടത്തി, അങ്ങനെ കണ്ടാൽ മതി എന്ന് നിസ്സാരവൽക്കരിക്കുകയാണ് ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്ത നിയമസഭാ വേദിയിൽ നിങ്ങളുടെ പ്രതിനിധി ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാതെ വേണു ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. എനിക്ക് ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത്, അതിന്റെ പരിസരത്തെ വിശദീകരണമല്ല. ഞാൻ ചോദ്യത്തിന് തന്നെയാണ് മറുപടി പറയുന്നത്. അപ്പോ എനിക്ക് വൈകാരികത എന്നുള്ളത് അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. പൊതുപ്രവർത്തനം അല്ലല്ല, ഞാൻ അത് അതൊക്കെ രാജേട്ടന് മനസ്സിലായിട്ടുണ്ട്. നിയമസഭയുടെ രേഖയിലുണ്ട് ശോഭ, അത് ഔദ്യോഗിക രേഖയിൽ അങ്ങനെ തന്നെ കിടക്കും എല്ലാ കാലവും. അല്ല, ഒരു പ്രശ്നവുമില്ല. ഈ വിഷയത്തിൽ എനിക്കല്പം വൈകാരികത കൂടുതലുണ്ടാകും. കാരണം വീടിനകത്ത് വൈദവ്യം അനുഭവിക്കുന്ന സ്ത്രീകളുടെ വേദന ഒരുപക്ഷെ എനിക്ക് കൂടുതൽ വൈകാരികത സൃഷ്ടിച്ചുവെന്ന് വരും. എൻ്റെ ചോദ്യം, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വിഷയത്തിൽ രാജീവ് പ്രതാപ് റൂഡിജി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകൾ, ആ ആളുകൾ എന്ത് ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട്. എന്റെ വിഷയം അവിടെയല്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്താ പ്രസംഗിച്ചത്? ഞാൻ പ്രസംഗിച്ചത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസംഗമൊക്കെ നടക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. പ്രസംഗത്തിനിടയിൽ നിങ്ങൾ നടത്തുന്ന പരാമർശങ്ങളിൽ ഭരണഘടനാ പദവിയോടുള്ള അവഹേളനമുണ്ടോ ഇല്ലയോ എന്നതാണ് ചർച്ചാ വിഷയം. അല്ലാതെ അതിന്റെ മറ്റു വൈകാരിക തലമോ അതിൽ താങ്കൾ നടത്തിയ രാഷ്ട്രീയ പ്രതികരണങ്ങളോ അല്ല. ഞാൻ വരാം, അതൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ്. ഞാൻ വരാം. MP രാജേഷ്, ഇവിടെ ശോഭ പറയുന്നത് അമിത്ഷാ ശോഭയോട് വിശദീകരണം തേടിയിട്ടില്ല. ഇവിടെ സംസ്ഥാനത്തെ നിയമസഭയിലെ അവരുടെ പ്രതിനിധിയും തലമുതിർന്ന നേതാവുമായ ശോഭയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പരിണതപ്രജ്ഞനായ രാജഗോപാലും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല ശോഭയോട് വിശദീകരണം ചോദിക്കാൻ. അതുകൊണ്ട് ശോഭ ഈ കാര്യത്തിൽ ഒരു ഒറ്റപ്പെട്ട നിലപാടുമായി നിൽക്കുന്നയാളല്ല എന്നാണ് പറയുന്നത്. താങ്കളും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, താങ്കൾക്കിത് ശരിയായ ഒരു സമീപനം തന്നെയാണ്? ഈ വാദഗതിക്ക് പാർട്ടിയുടെ നയത്തിൻ്റെ പിൻബലം തന്നെ ഉണ്ട്
എന്ന ബോധ്യമുണ്ടോ? ഞാൻ ഇക്കാര്യത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം അവർ ഒരു തവണയല്ല പലതവണ ആവർത്തിച്ചു, രൂക്ഷമായിട്ട് ഗവർണറെ കടന്നാക്രമിച്ചു. പാർട്ടിയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കൽ പറയുമായിരുന്നു, പിന്നീട് ആവർത്തിക്കാൻ അവർക്കാവില്ലായിരുന്നു. അവർ ഇന്ന് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അവർ BJPയുടെ അഖിലേന്ത്യാ ആസ്ഥാനത്തുണ്ടായിരുന്നു, അമിത്ഷാ ഉണ്ടായിരുന്നു, ബാക്കി പറഞ്ഞ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. അവരാരും ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ശാസിക്കുകയോ പിൻവലിക്കണമെന്ന് പറയുകയോ മേലിൽ ആവർത്തിക്കരുത് എന്ന് പറയുകയോ അല്ല, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നതിനെ നമ്മളെന്തിനാണ് അവിശ്വസിക്കുന്നത്? വേണു എന്തിനാണ് അവിശ്വസിക്കുന്നത്? ഞാൻ അവർ പറയുന്നത് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസനീയമായിട്ട് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അക്കാര്യം പറയുന്നത്. രാജഗോപാൽ നിയമസഭയിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങനെ ഒരു അടവ് സ്വീകരിച്ചു എന്നതിനപ്പുറം ഇവിടെ RSSോ BJPയോ ഇതിനെതിരായ നിലപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. സുചിന്തിതമായ RSS BJP നിലപാട് തന്നെയാണ് ഗവർണർക്കെതിരായി ശോഭാ സുരേന്ദ്രൻ പ്രകടിപ്പിച്ചത്. അതിൻ്റെ കാരണം BJP എങ്ങനെയാണ് ഗവർണർമാരെ നിയമിക്കുന്നത്, അവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ഒട്ടേറെ ഗവർണർമാർ, അരുണാചൽ പ്രദേശിലെ ഗവർണറെ ഉൾപ്പെടെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ BJP അവരെ നിയമിക്കുമ്പോൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് RSSൻ്റെ ഒരു ഭൃത്യജോലി, ദാസ്യവേല RSSും BJPയും പ്രതീക്ഷിച്ചതനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്നത് കൊണ്ടായിരിക്കാം സദാശിവത്തിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് അനുസരിക്കാത്ത ഒരാളോ ഞങ്ങൾ നിയമിച്ച ഒരാളോ എന്നതാണ് മനോഭാവം. അതുകൊണ്ടൊരു പക്ഷേ ഉയർന്ന നേതാക്കൾ തൽക്കാലം ഇപ്പോൾ പറയണ്ട, ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ 4 പറയട്ടെ, അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് ഞങ്ങൾ പറയാം എന്നൊരു നിലപാട് RSSും BJPയും സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും ടെലിവിഷൻ ചാനലിൽ അവർക്ക് ന്യായീകരിക്കാൻ കഴിയില്ലായിരുന്നു. ന്യായീകരിക്കുന്നത് ആ ധൈര്യത്തിൽ തന്നെ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെയെങ്കിൽ കൂടുതൽ ഗുരുതരമായ ചില സാഹചര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ശോഭ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ശോഭ തന്നെ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഒരു ജനകീയ പ്രതിഷേധത്തിൻ്റെ വേദിയായിരുന്നു. അവരുടെ പാർട്ടിയുടെ സംഘടനകൾ തന്നെ സംഘടിപ്പിച്ചതാണെങ്കിൽ പോലും അവരുന്നയിച്ചതും എന്തെങ്കിലും വ്യക്തിപരമായ കാര്യമല്ല, സ്ത്രീകളുടെ വൈധവ്യത്തെപ്പറ്റി, അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി, കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നതിനെ പറ്റിയൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശോഭ ഇന്ന് കടന്നിരിക്കുകയാണ്. ശോഭ പറയുന്നത് എന്തൊക്കെയാണ് ഇനി സദാശിവം ചെയ്യേണ്ടത് എന്നാണ്. 1, സംഘർഷഭരിത പ്രദേശത്തുകൂടി അദ്ദേഹം യാത്ര ചെയ്യണം. 2, അദ്ദേഹം കളക്ടറെ വിളിച്ചു വരുത്തിയ സാഹചര്യം ചർച്ച ചെയ്യണം. പിന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണം. CMനോട് കഴിഞ്ഞ 3 കൊലപാതകങ്ങൾക്ക് ശേഷം ഇങ്ങനെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യണം. അതിനുമപ്പുറം ചീഫ് ജസ്റ്റിസ് ഇന്ത്യക്ക് മുൻപിൽ ഗവർണർക്ക് കേരളത്തിൽ നടക്കുന്ന നരമേധത്തെക്കുറിച്ച് പറയാൻ സാധിക്കും, അത് ചെയ്യണം. ഇനിയാണ് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കാനും കഴിയുമല്ലോ, അതും ചെയ്യണം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആത്യന്തികമായി ശോഭ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അതിനുള്ള വഴികൾ സദാശിവത്തിന് പറഞ്ഞു കൊടുക്കുകയുമാണ്. രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ശോഭയിലൂടെ ഇപ്പോൾ ഗവർണറോട് സംസാരിക്കുന്നത് ആരാണ്? ഇല്ല വേണു, ശോഭ ഉദ്ദേശിക്കുന്ന ഒരു കാർക്കശ്യം ഗവർണറോട് BJP നേതൃത്വത്തിനില്ല. കാരണം ഇപ്പോൾ രാജേഷ് പറഞ്ഞെങ്കിൽ പോലും രാജേഷ് അതിനെ വളരെ ബുദ്ധിപരമായി അതിനോട് പ്രതികരിക്കായിരുന്നു. രാജേഷ് വളരെ ബുദ്ധിപരമായിട്ട്, ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെ തന്നെയാണ്, ബുദ്ധിപരമായിട്ട് തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനിന്ന് നിയമസഭയിൽ രാജേട്ടൻ്റെ സംസാരം ഞാൻ കേട്ടതാണ്. അദ്ദേഹം ശോഭയോട് പറഞ്ഞതുപോലെയല്ല, ശോഭയോട് വിശദീകരണം ചോദിച്ചില്ലെന്നല്ല, വിശദീകരണം ചോദിക്കേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആ നിലപാട് തള്ളുകയായത്. പക്ഷേ BJP നേതൃത്വം ഗവർണറിൽ നിന്ന് നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന പോലെ, അല്ലെങ്കിൽ വേണു ചൂണ്ടിക്കാട്ടിയതുപോലെ കുറേ കൂടി പ്രതീക്ഷിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഒരു ആളെന്ന നിലയ്ക്ക്, റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി ഗവർണറെ കുറച്ചുകൂടി ഉപയോഗപ്പെടുത്താമെന്ന ഇവരുടെ ആഗ്രഹം അത് പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാം, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ വിളിക്കാം. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒന്നുകൂടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ഓൺ വാട്ട് ഗ്രൗണ്ട്, എന്തടിസ്ഥാനത്തിലാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ മുൻപിൽ ഇല്ലാത്ത ഒരു കേസിന്
ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു അധികാരവും ഇല്ല. ഭരണഘടനാപരമായിട്ടുള്ള പരിമിതികളുണ്ട്, നിയമത്തിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ ഗവർണറിൽ നിന്ന് BJP കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ പേരിൽ ഗവർണറിൽ നിന്ന് ആ BJP ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഗവർണർ ആയതുകൊണ്ട് ആ ഗവർണറിൽ നിന്ന് അവർ കുറച്ചുകൂടി കടന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രശ്നത്തെ BJP കൈകാര്യം ചെയ്തതിൽ 2 കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു. ഒന്ന്, ഇതിൽ ഗവർണറെ ആസ്ഥാനത്ത് അനാവശ്യമായിട്ട് വലിച്ചഴയ്ക്കാൻ പാടില്ല. 2, ഈ വലിയ ഭീകരവാദികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം, പട്ടാളത്തിന് അധികാരം നൽകുന്ന നിയമം കേരളത്തിൽ ഒട്ടാകെ നടപ്പിലാക്കണം എന്ന ഒരു പൊസിഷൻ എടുത്തതും BJPയുടെ അത് രണ്ടാമത് കണ്ണൂരിലേക്ക് മാറ്റിയതാ. ആദ്യം കേരളത്തിൽ നിന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ രാജേട്ടൻ ഇന്ന് കണ്ണൂരിലേക്ക് ചുരുക്കിയത്, നിയമസഭയിൽ പറഞ്ഞത്. ഇത് ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ കൊണ്ടുവന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ KC ജോസഫും വാക്കൗട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ 2 കാര്യങ്ങളിൽ BJP എടുത്തിട്ടുള്ള നിലപാടിന് ഉള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുമ്മനം എടുത്തിട്ടുള്ള ഈ ഏതോ ഒരു പ്രകടനത്തിൽ ഇത് സന്തോഷത്തിൻ്റെ പ്രകടനമാണെന്ന് പറഞ്ഞു. അവിടെയും അതിനോടും കോൺഗ്രസിനെ യോജിക്കാൻ വേണ്ടി കഴിയുകയില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി കൊലപാതക രാഷ്ട്രീയം വീണ്ടും ആവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിൽ, മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമാധാന ചർച്ച, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ BJP RSS നേതാക്കന്മാരുമായിട്ട് ഒറ്റയ്ക്ക് അടച്ചിട്ട മുറിയിലെ സംഭാഷണം, ഇതിനെല്ലാം ശേഷവും ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം, ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് മുഖ്യമന്ത്രിക്കും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല, പാർട്ടി നേതൃത്വത്തിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണ പറഞ്ഞത് വയലത്ത് പണിയും വരമ്പത്ത് കൂലി, അതാണ് പയ്യന്നൂരിൽ. ശരി, ശ്രീ T. ശശിധരൻ, ഈ കണ്ണൂരിൽ ഒരു അസാധാരണ സാഹചര്യമുണ്ടോ? അവിടെ ഇപ്പോൾ 8 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതാണ് BJP പറയുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 BJP പ്രവർത്തകർ, അല്ലേ? 5 BJP പ്രവർത്തകർ, 3 CPM പ്രവർത്തകർ, ഇങ്ങനെ 8 എന്ന കണക്കാണ് ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ ശശിധരൻ, ചോദ്യം ഇതാണ്, അവിടെ ഗവർണറുടെ ഇടപെടൽ, അവിടെ കേന്ദ്ര സൈന്യത്തിന് പ്രത്യേക അധികാരത്തോടെ വിന്യസിക്കൽ, ഇത്തരമൊരു അസാധാരണ സാഹചര്യം ഇപ്പോൾ കണ്ണൂർ ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനൊരു ആവശ്യമില്ല. കാരണം അവിടെ പയ്യന്നൂരിൽ നടന്ന സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനൊരു പയ്യന്നൂർക്കാരനാണ്. പയ്യന്നൂരിൽ പൊതുവെ ശാന്തമായ ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഒരിക്കലും ഒരു അക്രമത്തിൻ്റെ പാത പയ്യന്നൂരിൽ നടന്നിട്ടില്ല. 1-2 സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ധനരാജ് വധവും രാമചന്ദ്രൻ വധവും ഇപ്പോൾ ബിജുവിൻ്റെ വധവും ഒക്കെ ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഒരു പട്ടാള നിയമം അവിടെ പ്രയോഗിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇപ്പോൾ ഗവർണർമാരുടെ നിയമനം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഗവർണർ നിയമിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ. അപ്പോൾ ഗവർണർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കഴിയും. കാരണം ഗവർണർ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ സദാശിവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്വതന്ത്രമായ നിലപാട് ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ BJP പറയുന്നത് പോലെ പെട്ടെന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ആക്കി ഇവിടെ ഒരു പ്രസിഡൻ്റ് റൂൾ ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. അത് ഏതായാലും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ഒരു പ്രത്യേകമായ സാഹചര്യം, കണ്ണൂരിൽ മാത്രം ഒരു പട്ടാള നിയമം ഏർപ്പെടുത്താനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ശ്രീ ശശിധരൻ, ഇന്ന് പറഞ്ഞ് നാളെ പട്ടാള ഭരണം, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ് നാളെ ഗവർണർ ഇടപെടൽ ഉണ്ടാകില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതമുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ നിലപാട് മാറുകയാണ്. CPM-നെ നേർക്കുനേർ നേരിടുക എന്ന് പറയുന്ന സമീപനം മാറുന്നു. മുഖ്യമന്ത്രിയെ ഏതെങ്കിലും സംസ്ഥാനത്ത് തടയുമെന്നല്ല ഇപ്പോഴത്തെ അവരുടെ സമീപനം. ഇപ്പോൾ കോടിയേരിയെ ഡൽഹിയിൽ തടയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പോംവഴി. പുതിയ പോംവഴി എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ സർക്കാരിന് മേൽ അമിതാധികാരം പ്രയോഗിക്കാൻ നിർബന്ധിക്കുക എന്നതാണ്. നാളെ ഇതൊന്നും ഉണ്ടാകണമെന്നല്ല, പക്ഷേ ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ ചെറുതായി കണ്ടുകൂടാ. ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അത് ഗുരുതരമായ ഒരു നടപടി തന്നെയാണ്. വന്ന ഒരു പരാതി കൈമാറുകയല്ല ചെയ്തിരിക്കുന്നത്. അതിന്മേൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം വളരെ ശ്രദ്ധാപൂർവം നൽകേണ്ടി വന്നിരിക്കുന്നു.
ഇനി ഇപ്പോൾ ഈ സമീപനം എടുത്തിരിക്കുന്ന കേന്ദ്രം അടുത്ത നടപടികളിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയില്ല. അതിൻ്റെ ഒരു തറയൊരുക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ ഇതൊന്നും ഉണ്ടാകില്ല എന്നത് ഒരു പയ്യന്നൂർകാരന് പോലും സ്വയം ആശ്വസിക്കാൻ കഴിയുന്ന വകയല്ല സാർ. അതായത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ എന്തെല്ലോ വലിയൊരു കുഴപ്പങ്ങൾ നടക്കുന്നു. ആ കുഴപ്പങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കണ്ണൂരിലില്ല. ശ്രീ ശശിധരൻ, ഇതിലെ പ്രശ്നം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം നിവേദനം കൊടുക്കുന്നു. ഇപ്പം മുൻപ് പലതവണ 3 തവണ അവർ ഗവർണറെ സമീപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഗവർണർ ഈ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ്? അവരതിനനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു, നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇനി തുടർ നടപടികളിലേക്ക് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്ന ഒരാശങ്ക എന്തായാലും ഈ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് മുൻപ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതിനേക്കാൾ ദത്തശ്രദ്ധമായി സർക്കാർ ഈ വിഷയം കൈകാര്യം